ഓൾ കേരള ലീഗൽ മെട്രോളജി ലൈസൻസീസ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ 6ാം സംസ്ഥാന സമ്മേളനം നവംബർ 29-30 തീയതികളിലായി കൊല്ലം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്നു. ഇതോടനുബന്ധിച്ച് വിപുലമായ KY എക്സ്പോ എന്ന പേരിൽ എക്സിബിഷനും നടത്തുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെയും എക്സിബിഷന്റെയും സംഘാടക സമിതിയുടെ ഒരു പ്രത്യേക യോഗം കൊല്ലത്ത് നടന്നു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KS ഇന്ദുശേഖരൻ നായർ, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി A മുരളീധരൻ, സ്വാഗത സംഘം സെക്രട്ടറി സഖാവ് സജി സോമൻ, ശ്രീ ബാലകൃഷ്ണൻ കോഴിക്കോട്, ഷിനോദ് നായർ, രവിശങ്കർ, KR ഷൈൻ, സിരീഷ് വർഗീസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളനം നവംബർ മാസം 29-30 തീയതികളിലാണ് നടക്കുന്നത്. 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മേളനം ആരംഭിക്കും. ആദ്യത്തെ ദിവസം ഈ രംഗത്തെ സംബന്ധിച്ചുള്ള ഒരു സെമിനാറാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാർ. കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയൻ്റെയും സംസ്ഥാന നേതാക്കന്മാരും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ബഹുമാനപ്പെട്ട GR അനിലാണ്. സമ്മേളനത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് അധികാരി, അതിൻ്റെ കൺട്രോളർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദറാണ്. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയൻ്റെയും സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കുന്നതാണ്. എല്ലാവരും കൃത്യം 2 മണിക്ക് തന്നെ ഇത് വിജയിപ്പിക്കാൻ എത്തിച്ചേരണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള 14 ജില്ലയിലെയും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ താമസ സൗകര്യവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സ്വാഗത സംഘം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി പ്രതിനിധി സമ്മേളനമാണ്. ആ പ്രതിനിധി സമ്മേളനത്തിൽ മുഴുവൻ ലൈസൻസുകളും പങ്കെടുക്കും. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനാണ്. ആ സമ്മേളനത്തിൽ വെച്ച് ഈ രംഗത്തെ പഴയകാല ലൈസൻസുകളെയും അന്തരിച്ചുപോയ ലൈസൻസുകളുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കുന്നതാണ്. ആ ചടങ്ങ് നിർവഹിക്കുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ചിഞ്ചുറാണി ആണ്. കൂടാതെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നതാണ്. എല്ലാവരും കൃത്യമായി തന്നെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന് ഇത് വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൊല്ലം പട്ടണത്തിൽ വെച്ച് ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക് ത്രാസുകളുടെ അതുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണ്. AITUCയുടെ സംസ്ഥാന സമ്മേളനം, ഓൾ കേരള ലീഗൽ മെട്രോളജി ലൈസൻസീസ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ആ എക്സ്പോ കൊല്ലത്ത് വെച്ച് നടത്തുമ്പം കൊല്ലം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി കനിഞ്ഞ് അരുൾ ചെയ്തിട്ടുള്ള അറബിക്കടൽ, അഷ്ടമുടിക്കായൽ, അതേപോലെ തന്നെ മൺട്രോത്തുരുത്ത്, ജഡായുപ്പാറ, അങ്ങനെ തുടങ്ങി നിരവധിയായ ടൂറിസ്റ്റ് സെൻറ്ററുകൾ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഓൾ കേരള ലീഗൽ മെട്രോളജി ലൈസൻസീസ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ AITUC എന്ന ഈ പ്രസ്ഥാനം കഴിഞ്ഞ 28 വർഷം മുമ്പാണ് കൊല്ലം ആസ്ഥാനമായി രൂപീകൃതമായത്. ലൈസൻസുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി വന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരുവിധ സഹായവും ആരിൽ നിന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഘടന കെട്ടിപ്പടുക്കാനായിട്ട് കൊല്ലത്തുള്ളവർ മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതമാക്കിയത്. മാറി മാറി വരുന്ന ഓരോ മന്ത്രിസഭയിലും ഞങ്ങൾക്ക് നേരിടുന്ന വിഷയങ്ങൾ ഞങ്ങൾ മെമ്മോറാണ്ടമായി സമർപ്പിക്കുകയും അതിൽ 90% കാര്യങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നമുക്ക് നാളിതുവരെ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സംഘടന വളരെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് തീരുമാനങ്ങളുമായി ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന 75% ലൈസൻസുകളുടെയും തൊഴിൽ നഷ്ടമാകും.
അവർ പട്ടിണിയാവും. അവർ മറ്റ് തൊഴിൽ ഇനി 50, 60, 70 വയസ്സായവർ ഈ മേഖലയിൽ ഇപ്പോഴും തൊഴിലെടുത്ത് വരികയാണ്. ഇനി അവർക്കൊക്കെ ഇനി വേറെ തൊഴിൽ മേഖലയെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത് പരിശീലിച്ച് അതിനകത്ത് ജോലി ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ എന്ത് വില കൊടുത്തും ഈ നമ്മളുടെ തൊഴിൽ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിൻ്റെ സൂചനയായിട്ടാണ് ഞങ്ങൾ ഈ മാസം 25-ാം തീയതി കൺട്രോൾ ഓഫീസിലേക്ക് ഒരു മാർച്ചും ധർണയും നടത്തിയത്. അത് കോരിച്ചൊരുന്ന മഴയത്തും അത് ഞങ്ങൾക്ക് വളരെ ഗംഭീരമാക്കാൻ സാധിച്ചു. കേരളത്തിൻ്റെ 14 ജില്ലയിൽ നിന്നും ഞാൻ ലൈസൻസ് സുഹൃത്തുക്കൾ ആ സമരത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമ്മേളനം വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു. സമ്മേളനം സമ്പൂർണ്ണ വിജയമാക്കാൻ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പോരാടി ഞങ്ങൾ വിജയം കണ്ടെത്തും.